എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും തിരുവനന്തപുരത്തുകാരായിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം അവരങ്ങ് തമിഴ്നാട്ടിലേക്ക് പോയി. ഞാൻ ജനിച്ചതും വളർന്നതും തമിഴ്നാട്ടിലാണ്. എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് തമിഴ്നാട്ടിലാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് വടക്കേ ഇന്ത്യയിലാണ് ഒത്തിരി വർഷങ്ങൾ. അതുകൊണ്ട് ഒത്തിരി ലാംഗ്വേജ് ഒന്നും മിക്സ് ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലേ ചില കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായല്ലോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും ഒരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. ഞാൻ ജനിക്കുമ്പോൾ കർത്താവിനെ അറിയാത്തൊരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. എൻ്റെ മൂത്ത ചേട്ടൻ 5 പ്രാവശ്യം ശബരിമല പോയിട്ടുണ്ട്. രണ്ടാമത്തെ ചേട്ടൻ 7 പ്രാവശ്യം. ഞങ്ങൾ എല്ലാ വർഷവും ഒരു കോഴിയെ അറുത്ത് ബലി കൊടുക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കാരണം ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ എല്ലാ വർഷവും വലിയ വലിയ കട്ടികൾ എൻ്റെ ശരീരത്തിൽ വരുമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ള എല്ലാ ടെമ്പിളുകളിലും പോകാറുണ്ടായിരുന്നു. കാരണം സമാധാനം വേണം, സൗഖ്യം വേണം. ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തേടിപ്പോയ ഏതൊരു ദൈവവും ഞങ്ങൾക്ക് വിടുതൽ തന്നില്ല. പക്ഷേ ഞങ്ങളെ തേടി 2000 വർഷത്തിന് മുമ്പ് കർത്താവ് ഭൂമിയിലേക്ക് വന്ന എന്ന സുവിശേഷം ഒരു ദൈവദാസൻ മുഖേന എൻ്റെ മൂത്ത ചേട്ടൻ അറിയുവാൻ ഇടയായി. മൂത്ത ചേട്ടൻ, ഞാനപ്പോൾ കൊച്ചുകുട്ടിയായിരുന്നു, കൊച്ചു പ്രായത്തിലായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എന്നെക്കാളും മൂത്ത 3 ചേട്ടന്മാരാണ്. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടനാണ് ഞങ്ങളെ ക്രിസ്തുവിലേക്ക് വഴി നടത്തിയത്. ഇന്ന് ഞാൻ ഓർക്കുക, കുറഞ്ഞത് 35 വർഷങ്ങളായി ഞങ്ങൾ യേശുവിനെ വിശ്വസിച്ച ആ ദിവസം മുതൽ 35 വർഷമായിട്ട് എൻ്റെ ശരീരത്തിൽ ഒരു കട്ടി കൂടെ വന്നിട്ടേയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്നത് വൃഥാവായിട്ടല്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ രോഗസൗഖ്യവും ജീവിതത്തിൽ സമാധാനവും ഫ്രീ ആയിട്ട് ദൈവം തരികയാണ്. അത് ഞാൻ അനുഭവിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമായിരുന്നു. കൊച്ചു പ്രായത്തിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും കയ്യിൽ തോക്കും പിടിച്ച് ഇന്ത്യൻ ആർമിയിൽ പോകണമെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. കാരണം എൻ്റെ മൂന്നാമത്തെ ചേട്ടൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ പണി ചെയ്യുക, ഇപ്പോൾ റിട്ടയർഡ് ആകാറായി. അപ്പോൾ കൊച്ചു പ്രായത്തിൽ തന്നെ ഞാൻ ഫിസിക്കലി മെൻ്റലി ഐ വാസ് സോ പ്രിപ്പയർഡ്. കാരണം എനിക്ക് മിലിറ്ററി ഒരു മാൻ ആകണമെന്ന്, ആർമിയിൽ പോകണം, നല്ല ഒരു ഉയർന്ന സ്ഥാനത്തിൽ വരണമെന്ന്. പക്ഷേ 1999 യേശുവിനെ ഞാൻ സ്വീകരിച്ചതോടെ എൻ്റെ പ്രാർത്ഥന ഇതായിപ്പോയി: കർത്താവേ, ഇത്രത്തോളം ഈ ദിവസം വരെ എനിക്ക് തോക്ക് പിടിച്ച് ഇന്ത്യൻ ആർമിയിൽ പോകണമെന്ന്. പക്ഷെ അങ്ങയുടെ ഇഷ്ടം എന്തുവാ, അങ്ങയുടെ ഉദ്ദേശ്യം എന്തുവാ, ഞാൻ ആരാകണമെന്ന് അങ്ങ് ഇഷ്ടപ്പെടുന്നു, എന്നോട് പറയണമേ. ഒരു ദിവസത്തിൽ ഒരു വെളിപ്പാടും ഉണ്ടായില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസങ്ങളിലും ഒത്തിരി ചാപ്റ്ററാണ് ഞാൻ പഠിക്കുന്നത്. മുഴങ്കാൽ പടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. പക്ഷേ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ വന്നു. 2 തീമോഥെയോസ് 4-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കൂടി ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ആ വാക്യത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു, ദൈവം തൻ്റെ വേലയ്ക്കായി, ശുശ്രൂഷയ്ക്കായി എന്നെ വേർപിരിച്ചിരിക്കുന്നു. വിനു എന്ന പേരിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ? ബിനു അല്ല, വിനു. ഞാൻ അമ്മയോട് ചോദിച്ചു, ഈ പേരിൻ്റെ അർത്ഥം എന്തുവാ? അമ്മയ്ക്ക് അറിയില്ല. എല്ലാവരും പിന്നെ കേരളത്തിൽ ഒത്തിരി വിനു ഉള്ളത് കൊണ്ട് അങ്ങോട്ട് വെച്ചു. പക്ഷെ ഞാൻ വടക്കേ ഇന്ത്യയിൽ ആയിരിക്കുമ്പോൾ ഒരു ബുക്കിനെ റെഫർ ചെയ്യുമ്പോൾ അതിൽ വിനു എന്നാൽ പ്രീച്ചർ എന്ന അർത്ഥം. മനസ്സിലായോ? എനിക്ക് ഒത്തിരി ഹൃദയത്തിന് ഒരു സന്തോഷം കൊടുത്ത ഒരു അവസരമായിരുന്നു. കാരണം എന്നെ ജനിപ്പിച്ച കർത്താവ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ജനിപ്പിച്ച കർത്താവ് വച്ച പേരും അതിനേറ്റതാ. കരങ്ങളെ തട്ടി നാം ദൈവസ്തോത്രം ചെയ്യും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ട്, ഒരു പ്ലാൻ ഉണ്ട് കർത്താവിന്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ധന്യരാണ്. കർത്താവിൽ പ്രിയരെ, അപ്പോൾ ഞാൻ 2000 സുവിശേഷ യേശു ക്രിസ്തുവിനെ 1999 സ്വീകരിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വിളി എൻ്റെ കാതുകളിൽ വന്നതിന് ശേഷം എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇതായിരുന്നു: കർത്താവേ, ഒരിക്കൽ കൂടെ യേശു എന്ന നാമത്തെ കേട്ടിട്ടില്ലാത്ത കാടുകളിൽ പോകണം. ഞാൻ പോകുന്ന സ്ഥലത്ത് ഈ ഇലക്ട്രിസിറ്റിയോ ട്രാൻസ്പോർട്ടേഷനോ കാണാൻ പാടില്ല. കാരണം എന്നെ ബോർഡറിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത ആളാണ്. അപ്പം ദൈവം കൊടുത്ത സാൽവേഷനും, ദൈവം കൊടുത്ത സമാധാനവും, സുഖവും, ഐശ്വര്യവും എല്ലാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, ചെലവ് ചെയ്യണമെന്ന് ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് ഓർഗനൈസേഷനിലാണ് ചേരേണ്ടത്? അപ്പോൾ FMBയെ കുറിച്ച് കേൾക്കുവാനിടയായി. കാരണം എൻ്റെ ദർശനം, FMBയുടെ ദർശനം ഒന്നാണ്: റീച്ചിങ് ദ അൺറീച്ച്ഡ്.
അതുകൊണ്ട് ഞാൻ FMBയിൽ ചേർന്നു. 2 വർഷം പല ലക്ഷം ജനങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഡ്രാമ മുഖേന ഞാൻ പല രാജ്യങ്ങളിൽ അറിയിക്കുവാനിടയായി. അപ്പോഴും പ്രാർത്ഥന കാടുകൾ പോകണം. ദൈവത്തിൻ്റെ കൃപയാൽ 2002 ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയി 1 വർഷം ട്രെയിനിങ് തീർത്തിട്ട് രാജസ്ഥാൻ ഹരിയാനയിലെ ജീപ്പ് ടീം മുഖേന ഞാൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥന കാടുകളിൽ പോകണം. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. 2003 ജൂലൈ 27 ഞങ്ങൾ മധ്യപ്രദേശത്തിൽ പോയി. ഞാൻ അവിടെ കണ്ടതും കേട്ടതും ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും സന്ധ്യാസമയത്ത് വരിക സാൽവേഷൻ ആർമിയിൽ. ഹല്ലേലൂയ പറയാം, സ്തോത്രം ചെയ്യാം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുക. ഞാനിവിടെ പറയാനുള്ള കാരണം എനിക്ക് കൊടുത്ത സമയത്ത് ഞാൻ അവസാനിപ്പിക്കണം. ഞാൻ പറയാനുള്ള കാരണം, വയറുവേദന വന്നാൽ വയറ് മുഴുവൻ ചൂട് വെച്ച് മന്ത്രവാദികളെ കൊണ്ട് കമ്പികളെ പഴിപ്പിച്ച് ചൂട് വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരെ ഞാൻ അവിടെ കണ്ടു. ആ ചൂട് വെച്ചതെല്ലാം പഴുത്ത് പിന്നെ ഇതില്ലാതെ മെഡിസിൻ ഇല്ലാതെ അതെല്ലാം അങ്ങ് പഴുത്ത് നാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഞങ്ങൾ കണ്ടു. സിറ്റിയിൽ നിന്നും 80-90 കിലോമീറ്റർ ഉള്ളിലാണ് അവരിയ്ക്കുന്നത്. ഞാൻ വർക്ക് ചെയ്ത 215 ഗ്രാമത്തിൽ ഒരേ ഒരു MBBS ഡോക്ടറേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിവിടെ ചറുക്കി വിടുന്നാൽ 4 ഹോസ്പിറ്റലാ. ഇവിടെയും ഒത്തിരി ഡോക്ടേഴ്സ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. 215 ഗ്രാമത്തിൽ ഒരേ ഒരു MBBS ഡോക്ടറാ. ഇന്നും ആ സ്ഥിതിയാ. 2003 തൊട്ട് ഇന്നും ആ സ്ഥിതിയാണുള്ളത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് തൻ്റെ പേരെഴുതാൻ അറിയില്ല. ആ സ്ഥിതിയാണ്. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഭാഷ അറിയില്ല, ഗ്രാമങ്ങൾ അറിയില്ല, കൾച്ചർ വേറെയാ. ഒരു ഗ്രാമത്തിൽ തന്നെ കുറഞ്ഞത് 3-4 ലാംഗ്വേജ് സംസാരിക്കുമായിരുന്നു. ഞങ്ങൾക്കറിയാമെന്നുള്ള അല്പം ഹിന്ദി മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഒരു വർഷക്കാലം ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു ദിവസം നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ, അപ് ടു യു, 60-40 കിലോമീറ്റർ ഞങ്ങൾ സൈക്കിൾ ഓടിക്കുമായിരുന്നു. ഓരോ ദിവസവും ലാംഗ്വേജ് പഠിച്ചു, അവരുടെ ലോക്കൽ കൾച്ചറിനെ പഠിച്ചു. ആത്മാക്കൾ കിട്ടിയില്ല. ഞങ്ങൾ ഡിസ്കറേജ് ആയി. അപ്പോൾ നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഒരു ടീം ചെന്നൈയിൽ നിന്ന് വന്ന് ഞങ്ങളെ എൻകറേജ് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 ദിവസം ഞങ്ങളോട് കൂടെ താമസിച്ചു. ആരെങ്കിലും ഫീൽഡ് വിസിറ്റ് വന്നിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുക ഇതിന് ശേഷം നിങ്ങൾ വരും. ആമേൻ. അവർ വന്ന് ഞങ്ങളെ എൻകറേജ് ചെയ്തു, ഞങ്ങളോട് കൂടെ താമസിച്ചു. അതിനുശേഷം 2004 25 പേർ ജ്ഞാനസ്നാനം എടുത്തു. ഇന്ന് 9 ഡിസ്ട്രിക്റ്റുകളിൽ 7000-നും അധികമായ വിശ്വാസികളെ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. 7000-നും ഇത് കർത്താവിൻ്റെ കൃപയാ. ഒത്തിരി ജീവിതങ്ങളെ മാറ്റപ്പെട്ടി കൊണ്ടുവരികയാണ്. ഞാൻ പറയട്ടെ, ഈ മർഡർ, മലയാളത്തിൽ എന്തോ പറയുന്ന മർഡറിനെ, കൊലയാളികൾ, കൊലപാതകന്മാർ, അവർ മാനസാന്തരപ്പെട്ടു. മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടു. കുടിക്കാരന്മാർ മദ്യപാനികൾ മാനസാന്തരപ്പെട്ടു. ഞാൻ പറയുന്ന കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒത്തിരി അത്ഭുതങ്ങളാ. ഞാൻ പറഞ്ഞു വരട്ടെ, കർത്താവിൽ പ്രിയർ, നമ്മുടെ പ്രാർത്ഥന ഒരു നാളും വൃഥാവായി പോകുന്നില്ല. ഹല്ലേലൂയ. ഞങ്ങൾ 16 വർഷം മധ്യപ്രദേശത്തിലായിരുന്നു. പിന്നെ 4.5 വർഷം നന്ദുർബാർ, ദുലെ ആ ഡിസ്ട്രിക്റ്റിൽ, പിന്നെ ഛോട്ടാ ഉദയ്പൂർ ഗുജറാത്തിൻ്റെ ബോർഡറിലായിട്ട് കോർഡിനേഷൻ മിനിസ്ട്രിയിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫറായി നാഷിക്കിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരത്തിൽ പെയിൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും കർത്താവ് ഞങ്ങൾ അയച്ചു. അവിടെ 30,000-ഏറെളം വിശ്വാസികളുണ്ട്. ആ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജൽദി ആജാന ഞങ്ങൾ 2 ഗോത്രത്തിൽ നിന്ന് ഞങ്ങൾ വിശ്വാസികൾ. ആക്ച്വലി ഒരു ദൈവ ശുശ്രൂഷയിലാ വന്നിരിക്കുന്നത്. ജൽദി ആജാന സമയനേ. ഇവർ മാത്തുവാടി ഭീൽ, വിന്ധ്യ സാത്പൂട. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വിന്ധ്യ സാത്പൂട ഹിൽ? പഠിച്ചിട്ടുണ്ടല്ലോ. വിന്ധ്യ സാത്പൂട നർമ്മദയുടെ ബാങ്ക് ഓഫ് നർമ്മദയാണ്. അവിടെ നിന്നും മാത്തുവാടി എന്ന ട്രൈബും പിന്നെ ദുലെ ഡിസ്ട്രിക്റ്റിലെ ഖാന്ദേശി ഭീലി എന്ന് പറയുന്ന ആ കൂട്ടര, അത് 2 ഫാമിലി. ഇവർ 2പേരും മാത്തുവാടി ട്രൈബാ. പിന്നെ അവർ 2പേരും ഖാന്ദേശി ഭീല. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഖാന്ദേശി ഭീലി എന്ന ഭാഷയിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിനെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് ദൈവം സഹായിച്ചു. കരങ്ങളെ തട്ടി നാം ദൈവത്തെ സ്തോത്രം ചെയ്യും. ഇന്ന് അവരുടെ ഭാഷയിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് നാം ദൈവത്തെ സ്തോത്രം ചെയ്യണം. റെഡിയാ? ഓക്കെ. ഇപ്പോൾ അവരുടെ കൾച്ചറിൽ ഒത്തിരി പാട്ടുകളുണ്ട്, ഒത്തിരി ഡാൻസുകളുണ്ട്. ഇന്ന് വൈകുന്നേരം വരുവാണെങ്കിൽ ഇന്നും വ്യത്യാസമായ ഒറിജിനൽ ഡാൻസ് നിങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് ഒരു കൾച്ചറായിട്ട് ഒരു ഡാൻസ് നമ്മൾ ചെയ്യാൻ പോയ 2 മിനിറ്റ്സ് ഭാഷയിൽ ന്യൂ ടെസ്റ്റ്മെന്റ്. इसको ध्यान रखना नहीं, थोड़ा आगे आ सकते.
इसको हटाना है क्या? इधर अल्प इधर रख देंगे क्या? चलो चलो चलो. ഇതിന്റെ അർത്ഥം എന്തുവാ? രാജാതി രാജാവായ കർത്താവ് സ്വർഗത്തിൽ നിന്നും ബെത്ലഹേമിൽ വന്നു. അതുകൊണ്ട് നാം ഡോലടിച്ച് അവന്റെ നാമത്തെ പാടാം, സ്തുതിക്കാം. കാരണം സന്തോഷത്തെ കൊടുക്കുവാൻ, സമാധാനത്തെ കൊടുക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ വന്നു. അങ്ങനെയുള്ള അർത്ഥമുള്ള ഒരു പാട്ടാണ്. ഇതിന്റെ അർത്ഥം എന്തുവാ? രാജാതി രാജാവായ കർത്താവ് സ്വർഗത്തിൽ നിന്നും ബെത്ലഹേമിൽ വന്നു. അതുകൊണ്ട് നാം ഡോലടിച്ച് അവന്റെ നാമത്തെ പാടാം, സ്തുതിക്കാം. കാരണം സന്തോഷത്തെ കൊടുക്കുവാൻ, സമാധാനത്തെ കൊടുക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ വന്നു. അങ്ങനെയുള്ള ആക്ച്വലി അവരുടെ ഡാൻസ് എന്ന് പറയുമ്പോൾ 1-2 പേരല്ല, വലിയ കൂട്ടങ്ങളായിരിക്കും. 50 പേര് 80 പേര് വലിയ കൂട്ടങ്ങളായിരിക്കും. പല മണിക്കൂർ അവർ ഡാൻസ് ചെയ്യുക, ചില ശബ്ദങ്ങളെല്ലാം ഉയർത്തി. കാരണം നമ്മൾ ദൈവ സമൂഹത്തിലായിരിക്കുമ്പോൾ അതുകൊണ്ടാണ് നല്ല ആക്റ്റീവ്. ഈ 2 കൂട്ടരുടെ കൾച്ചറും വ്യത്യാസം, ഇവരുടെ ഭാഷകളും വ്യത്യാസം. ഓക്കെ, താങ്ക് യു. എന്നെ ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാ? കൺവേർഷനാ, മതത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വിത്തിൻ 7 days യു മസ്റ്റ് വെക്കേറ്റ്. നീ 7 ദിവസത്തിനകത്ത് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. എന്നെ കുറഞ്ഞ ഒരു 3/4 മണിക്കൂർ ഒത്തിരി ബാഡ് വേർഡ്സിന് യൂസ് ചെയ്ത് എന്നെ ഭയങ്കരമായിട്ട് ഇത് സ്കോൾഡ് ചെയ്യായിരുന്നു. എന്തുവാ പറയേണ്ടത് എനിക്കൊന്നും പിടിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് എനിക്ക് വാക്ക് തരണമേ. ഏതോ ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ സാക്ഷ്യത്തെ പറഞ്ഞു. അവസാനം ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രവൃത്തി ചെയ്ത് ഒരു ബൈബിൾ കേൾക്കുവാൻ ഇടയായി. ഞാൻ പറയേണ്ട വിഷയം, 7 ദിവസത്തിൽ മാറണമെന്ന് പറഞ്ഞ ആളിനെ ഞാൻ അവിടെ ഒരു 12 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാറി. അതിനുശേഷം 7 ഇൻസ്പെക്ടേഴ്സ് അവിടെ വന്നായിരുന്നു. പക്ഷേ 12 വർഷം അവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഇടവരുത്തി. ഞാൻ ഈ സംഗതിയെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മക്കൾക്ക് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെ വെക്കേറ്റ് ചെയ്യുന്നതിന് ഒത്തിരി പേർ ശ്രമിക്കുക. പക്ഷേ ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവളെ വെളിപ്പെട്ടു. ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. സമയം കുറവായതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് നാം പോകാം. എന്നോട് കൂടെ പ്ലീസ് സ്റ്റാൻഡ് വിത്ത് മീ ടു ഫിലെമോൻ. ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും നല്ലതായിട്ട് അറിയാം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സ്വന്തം കൈയാൽ ഫിലമോൻ എഴുതിയ ഒരു ലേഖനമാണ് ഫിലമോൻ്റെ ലേഖനം. ആർക്ക് വേണ്ടി എഴുതിയതാണ്? ഫിലമോൻ്റെ ഗുലാം എന്ന് പറഞ്ഞാൽ എന്തുവാ? അടിമയായ ഒനേസിമോ എന്ന തൻ്റെ അടിമയ്ക്ക് വേണ്ടി
എഴുതിയ ഒരു 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 ലെറ്ററാണ് ഫിലമോൻ്റെ ലെറ്റർ. ഇത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറയാൻ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ക്രിസ്തീയ ജീവിതം ജീവിക്കുന്ന വിശുദ്ധരായ എനിക്കും നമുക്കും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ എഴുതി വച്ചിട്ടിരിക്കുക. എനിക്ക് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളോട് പകർന്നുകൊള്ളുവാൻ ഞാൻ ആശിക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, ഫിലോമോൻ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ ഫിലോമോൻ തൻ്റെ ഭവനത്തെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു കാര്യം അവിടെ നമ്മൾ കാണുവാൻ സാധിക്കും. 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. ആക്ച്വലി ഫിലോമോൻ ബിലോങ്സ് ടു കൊലൊസ്സെ ആ പട്ടണത്തിലെ വ്യക്തിയാണ് ഈ ഫിലോമോൻ. കൊലൊസ്സെ അവിടുത്തെ ആ സഭ ആരുടെ വീട്ടിലാണ് നടന്നു വന്നത്? ഞാൻ പഠിച്ചതിൽ എനിക്കറിയാമുള്ളത് ഈ ഫിലോമോൻ്റെ വീട്ടിലാണ് നടന്നു വന്നത്. കൊലൊസ്സെയുടെ ആ സഭ കൂടി വന്നത് ഫിലോമോൻ്റെ വീട്ടിലാണ്. അപ്പോൾ അന്ന് ഒത്തിരി ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു, ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാലും ഫിലോമോൻ തൻ്റെ വീട്ടിന്, തൻ്റെ ഭവനത്തെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ഫിലോമോൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കർത്താവാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാ. ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. പഠിപ്പും വിദ്യാഭ്യാസവും അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ഭവനും കർത്താവിന് വേണ്ടി തുറന്നിരിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഫിലോമോൻ തൻ്റെ ഭവനത്തെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. മാത്രമല്ല 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തെ നമ്മൾ പഠിച്ചാൽ സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണിപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ഫിലോമോനെ കുറിച്ച് 2-ാമത്തെ കാര്യം എന്തു പറയുക? ഫിലോമോൻ നോട്ട് ഓൺലി ഹി ഓപ്പൺഡ് ഹിസ് ഹൗസ് ടു ഗോഡ്സ് മിനിസ്ട്രി, അദ്ദേഹം തൻ്റെ ജീവിതത്തിന് മുഖേന ഒത്തിരി വിശ്വാസികൾക്ക് അനുഗ്രഹമായി മാറി. ആവശ്യമുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം ഫിലോമോൻ നിവർത്തി കൊടുത്തു. ഞാൻ പറയാനുള്ള ഉദ്ദേശം എന്തുവാ? നമ്മൾ എന്തിനാ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്? ഇന്നും അനേകരെ അനുഗ്രഹിക്കണമെന്നുള്ള ഒരേ ഒരു കാരണത്തിനാലാ ദൈവം എന്നെയും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. എനിക്കെന്തിനാ സാൽവേഷൻ ദൈവം തന്നത്? എൻ്റെ സാൽവേഷൻ മുഖേന്തരം രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ കർത്താവെന്ന് അറിയാത്ത ഒത്തിരി പേര് യേശുവിനെ അറിയണം. അതിനുവേണ്ടിയാ ദൈവം എനിക്ക് സാൽവേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഫിലോമോന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ തൻ്റെ ഭവനത്തെ കർത്താവിന് വേണ്ടി കൊടുത്തു, തൻ്റെ സമ്പത്തിനെ കർത്താവിന് വേണ്ടി കൊടുത്തു. ഇന്ന് ഞായറാഴ്ച ദിവസത്തിൽ ദൈവ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയാ എന്ന് നാം ചിന്തിക്കണം. രണ്ടാമത്, പൗലോസ് ഒനേസിമിനെ കുറിച്ച് എഴുതുമ്പോൾ, ഈ ലേഖനത്തിൽ എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ആരെങ്കിലും പഠിക്കാം? ഒന്ന് പഠിച്ചാട്ടെ. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ. വേണ്ട, ഒനേസിമിനെ കുറിച്ച് പറയുമ്പോൾ ഒനേസിമു വെൻ ഹി വാസ് നോൺ ബിലീവർ, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത കാലത്ത് അവൻ ആർക്കും പ്രയോജനമില്ലാത്തവനായിരുന്നു. പക്ഷെ ഇപ്പോൾ പൗലോസ് ജയിലിലായിരുന്നു. ആ ജയിലിൽ ഒനേസിമു അകപ്പെടുക. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. അപ്പോൾ പൗലോസ് മുഖേന ഈ ഒനേസിമു യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി. അപ്പോൾ 2 ജീവിതത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. യേശു ഇല്ലാത്ത ജീവിതം എങ്ങനെയാ, യേശു ക്രിസ്തുവിൽ വന്നതിന് ശേഷം ജീവിതം എങ്ങനെ മാറ്റപ്പെടണമെന്ന് വ്യക്തമായിട്ട് പറയുക. കാരണം എന്തുവാ ഇവിടെ പറയുന്നതിൻ്റെ ആശയം എന്തുവാ? ഒനേസിമു മുമ്പ് അവൻ ആർക്കും പ്രയോജനമില്ലാത്തവനാ. പക്ഷെ ഇന്ന് എനിക്കും, പൗലോസായ എനിക്കും, ഫിലോമനായ നിനക്കും, നമുക്ക് 2 പേർക്കും അവൻ ഏറ്റവും പ്രയോജനമുള്ളവനാ. ഇന്ന് കർത്താവിൽ പ്രിയവരെ, നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഉണ്ടല്ലോ. യേശു ക്രിസ്തുവിനെ നമ്മളെല്ലാം സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ജീവിതം എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നുള്ള കാര്യത്തെ നാം ചിന്തിക്കണം. ഇന്ന് രാവിലെ ഈ സമയത്ത് എൻ്റെ ജീവിതം ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം എത്രത്തോളം ഉപയോഗമുള്ള ഒരു ജീവിതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൽ പ്രിയരെ, നമ്മളെല്ലാവരും ഉപയോഗമാകുന്ന പാത്രങ്ങളാ. ആർക്കാ ഉപയോഗം ആവുന്നത്? 4 ചുവരിനകത്ത് മാത്രമാണോ?
ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണോ, എൻ്റെ മക്കൾക്ക് മാത്രമാണോ, എൻ്റെ അമ്മയ്ക്കും അച്ഛനും മാത്രമാണോ, എൻ്റെ സഹോദരങ്ങൾക്ക് മാത്രമാണോ ഞാൻ ഉപയോഗമാവുന്നത്? അത് നോൺ ബിലീവേഴ്സ് അവരും അങ്ങനെ ജീവിക്കുകയല്ലേ. പക്ഷെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച വിശുദ്ധന്മാരുടെ ജീവിതത്തെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഇറ്റ് ഇസ് ക്ലിയർലി മെൻഷൻഡ്. ടോട്ടലി ഡിഫറെന്റ്. എന്തുവാ? ഉപയോഗമുള്ള ഒരു ജീവിതം, ഉപയോഗമുള്ള ഒരു ജീവിതം, ഉപയോഗമുള്ള ഒരു ജീവിതം. ഞാൻ വടക്കേ ഇന്ത്യയിലായിരിക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം, ഞങ്ങൾക്കൊരു മോനുണ്ട്, ഇപ്പോൾ 10ാം ക്ലാസ്സാണ് പഠിക്കുന്നത്. ഇവിടെ ഒത്തിരി കൊച്ചു കുട്ടികളാണ് ഉള്ളത്. നമ്മുടെ കൾച്ചറും അവരുടെ കൾച്ചറുള്ള ഡിഫറൻറ്റ് ഞാൻ പറയാം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഡിവോഴ്സ് നടക്കും. ഒരാൾക്ക് 3 ഭാര്യ അല്ലെങ്കിൽ 4 ഭാര്യയെ കാണും. അപ്പോൾ അവരുടെ സംസ്കാരത്തിൽ, അവരുടെ കൾച്ചറിൽ ഈ കുട്ടികൾ അമ്മയ്ക്ക് ഏതൊരു അധികാരവുമില്ല. ചിൽഡ്രൻ ആർ ബിലോങ്സ് ടു ഫാദർ, അവരുടെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അമ്മ ആര് എന്ന് അറിയാത്ത ഒത്തിരി കുട്ടികൾ അവിടെ ഉണ്ട്. അവിടെ കൾച്ചറാ. അമ്മയുടെ മുഖം കണ്ടിട്ടില്ലാത്ത, അറിയാൻ ഓർമ്മയില്ലാത്ത ഒത്തിരി കുട്ടികളാണ്. എന്നെ കൊണ്ട് മറക്കാൻ സാധിക്കാത്ത ഒരു വിഷയം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൽ പ്രിയരെ, ഇങ്ങനെ ഉള്ളവരുടെ ജീവിതങ്ങൾ എങ്ങനെ മാറും? പ്രാർത്ഥനയിൽ കൂടെ മാറും. ഇന്ന് ഞങ്ങളുടെ ജീവിതം ഉപയോഗമുള്ളതിനായി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമായി മാറുന്നുണ്ടോ? മഹാരാഷ്ട്രയിലും മധ്യപ്രദേശത്തിലും ഗുജറാത്തിലും പിന്നെ വടക്കേ ഇന്ത്യയിലെ ഒത്തിരി ഭാഗങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിലും ഞാൻ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഒത്തിരി വളരണം. ദേശത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ഗോത്രങ്ങൾക്ക് വേണ്ടി അധികമായിട്ട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് ജനങ്ങൾ ബന്ധനത്തിൽ നിന്നും വിമുക്തരായി മാറും. അതുകൊണ്ട് എൻ്റെ ജീവിതം ഉപയോഗമുള്ള ജീവിതമായി മാറണം. ഇടയ്ക്ക് ഞാൻ ഒരു ഹേത്തി എന്ന ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ കേൾക്കുവാനിടയായി. ഹേത്തി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അമേരിക്കയിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു. 3.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു ഹേത്തി. ഞാൻ കേട്ട ഒരു വിഷയത്തെ ഞങ്ങളോട് പറയുവാൻ ആശിക്കുകയാണ്. 3.5 വയസ്സ് കുട്ടി ഒരു ഞായറാഴ്ച സൺഡേ ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ ഇരിക്കുവാൻ സ്ഥലമില്ലാതെയായി. അപ്പോൾ അവൾ വെളിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പള്ളിയുടെ അച്ഛൻ പുറത്തു വന്നു, മോളെ എന്തിനാ നീ കരയുന്നേ? ഹേത്തി പറഞ്ഞു, അച്ഛാ അകത്തിരിക്കുന്നതിന് എനിക്ക് സ്ഥലമില്ല. അപ്പോൾ കണ്ണീരിനെ തുടച്ചുകൊണ്ട് പള്ളിയുടെ അച്ഛൻ പാസ്റ്റർ പറഞ്ഞു, നീ കരയല്ലേ, ഞങ്ങൾ വലിയൊരു ചർച്ച് പള്ളി പണിയുവാൻ പോവുക, അവിടെ നിനക്ക് ഇരിക്കുന്നതിന് ഒത്തിരി സ്ഥലം കിട്ടും. അതിനുശേഷം ആ കുട്ടി ഏതോ ഒരു വൈറസിന് അറ്റാക്കായി അവൾ ബെഡ് റിഡനായി പോയി. അപ്പോൾ ബെഡിലായിരിക്കുമ്പോൾ ഡോക്ടർ വന്ന് പരിശീലിച്ചിട്ട് പറഞ്ഞു, ഇവൾ എത്രയും പെട്ടെന്ന് മരിച്ചു പോകും. ആ ശബ്ദം അവളുടെ കാതിൽ കേട്ടു. അന്ന് അവൾ ഡിസൈഡ് ചെയ്തു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് പുതിയതായിട്ട് പണിയുവാൻ പോകുന്ന പള്ളിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. 3.5 വയസ്സായ കുട്ടിയാ. ഞാൻ പഠിച്ച കഥയിൽ ഇങ്ങനെയാ, അവൾ 1 രൂപ 2 രൂപ എന്ന് ചേർത്ത് 57 രൂപ അവൾ ചേർത്ത് വെച്ചു. 5 വയസ്സാകുമ്പോൾ ആ കുട്ടി മരിച്ചുപോയി. അന്ന് ആ ഗ്രേവ് യാർഡില്, ആ ഫ്യൂണറൽ സർവീസില് ആ കുട്ടിയുടെ അമ്മ 57 രൂപയെ കൊണ്ട് പാസ്റ്ററിൻ്റെ കയ്യിൽ, പള്ളിയുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പറഞ്ഞു, പുതിയതായിട്ട് പണിയുവാൻ പോകുന്ന പള്ളിക്ക് വേണ്ടി എൻ്റെ മോൾ ചേർത്ത് വെച്ച കാശ. ആ കാശിനെ വാങ്ങിച്ചു. അടുത്ത ആഴ്ച പള്ളിയിലായിട്ട് അനൗൺസ് ചെയ്തു, നമ്മൾ പുതിയതായിട്ട് പണിയാൻ പോകുന്ന പള്ളിയുടെ ഫസ്റ്റ് ഓഫറിങ് 57 രൂപയെന്ന്. കേട്ട വിശ്വാസികൾ ഒത്തിരി കാശുകൾ ഡൊണേറ്റ് ചെയ്തു, പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഈ വിഷയത്തെ അവിടുത്തെ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തു. ഒരു ദിവസം ഒരു ഫോൺ കോൾ ചെയ്തു. ഒത്തിരി പൈസകൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിലദൽഫിയ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഫിലദൽഫിയ അവിടെ ഒത്തിരി കോസ്റ്റ്ലി ആയ സ്ഥലമാണ്. പക്ഷേ സ്ഥലം വാങ്ങിച്ച് പള്ളി വയ്ക്കുന്നതിന് ആവശ്യമായ കാശ് അവരുടെ കയ്യിലില്ല. നടന്ന സംഭവത്തെ ഞാൻ പറയട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു. അച്ഛനെ വിളിച്ചു. അച്ഛൻ വന്നേ സ്ഥലത്ത് നോക്കിയേ, ഞാൻ സ്ഥലം വിൽക്കാൻ പോവുകയാണ്, പള്ളിക്ക് വേണ്ടി വാങ്ങിയേച്ചേ. പോയി നോക്കുമ്പോൾ പള്ളിയുടെ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഒത്തിരി സിറ്റിയുടെ സെൻട്രലായിട്ടാണ്. എത്രയാണെന്ന് ചോദിക്കുമ്പോൾ മാത്രം എന്ന് പറഞ്ഞാൽ ഒള്ളി 57 റുപ്പീസാ. ഒള്ളി 57 റുപ്പീസാ. ആ ഫിലദൽഫിയയുടെ ആ സെൻട്രായിട്ട് ആ സ്ഥലത്ത് ആ പള്ളി വയ്ക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് ദൈവം കൊടുത്തു. മാത്രം എന്ന് പറഞ്ഞാൽ വെറും 57 രൂപയ്ക്ക്. അതിനുശേഷം ഒത്തിരി കളക്ഷനായി
ആ സ്റ്റോറിയിൽ ഇങ്ങനെ നരേറ്റ് ചെയ്തിരിക്കുന്നു, 3300 പേർ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന വലിയൊരു പള്ളി പണിതു. 1400 സ്റ്റുഡൻസ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ബൈബിൾ കോളേജ് അവർ പണിതു. 520 പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പോലുള്ള ഒരു ഹോസ്പിറ്റൽ പണിതു. കാരണം 3.5 വയസ്സായ ഒരു കുട്ടിയുടെ മനസ്സിനകത്ത് ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഞാൻ ഇനി ഒത്തിരി വർഷം ജീവിക്കാൻ പോകുന്നില്ല. അവൾക്ക് മനസ്സിലായി, ഞാൻ പെട്ടെന്ന് മരിക്കും, ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എൻ്റെ ജീവിതം ഉപയോഗമുള്ള ജീവിതമായി മാറണമെന്ന് ആ ആഗ്രഹത്തെ ഒത്തിരി കുടുംബങ്ങളെ മാറ്റി. ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് കർത്താവിൽ പ്രിയരെ? എല്ലാ വിധത്തിലും ഞാനും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ, നമ്മളിന്ന് അനുഗ്രഹിക്കപ്പെട്ടവരാ. പക്ഷേ നമ്മുടെ ജീവിതം എങ്ങനെ ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒനേസിമിനെ കുറിച്ച് പറയുമ്പോൾ എന്നോട് പ്ലീസ് സ്റ്റാൻഡ് ടു മീ, കൊലോസ്യർ അധ്യായം ചാപ്റ്റർ 4 വെർസ് 9, 9ാമത്തെ വാക്യത്തിൽ ആരെങ്കിലും പഠിക്കാമല്ലോ? ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. ഒനേസിമിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആരെന്നാ പറഞ്ഞിരിക്കുന്നത്? വിശ്വസ്തനാണ്. പക്ഷെ ആദ്യം അവൻ ആരായിരുന്നു നിങ്ങൾക്കറിയാം? അവനൊരു വലിയൊരു കള്ളനായിരുന്നു. ഫിലമോന്റെ വീട്ടിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ അവൻ അടിമയായിരുന്നു. മോഷ്ടിച്ചു കൊണ്ടുവരുമ്പോൾ റോമൻ സോൾജിയേഴ്സ് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരുന്നു. ആ ജയിലിലാണ് പൗലോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ആ ലേഖനത്തിൽ പൗലോസ് എന്തോ എഴുതുന്നത്? വിശ്വസ്തനായ ഒനേസിമോ, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം ഉപയോഗമുള്ള ഒരു വ്യക്തിയായി മാറണം. വിശ്വസ്തനായ വ്യക്തിയായി നമ്മൾ ജീവിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തതയായിട്ട് ജീവിക്കുന്നു, പക്ഷേ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തതയായിട്ട് ജീവിക്കണമെന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ട്, പറയുന്നതിന് സമയങ്ങളില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലും കർത്താവിൻ്റെ കുട്ടികൾ, മക്കളായ നമ്മൾ വിശ്വസ്തരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ലോകം എന്തുവാ പറയുന്നത്? നീ വിശ്വസ്തനെന്ന് ജീവിച്ചാൽ നീ പണം സമ്പാദിക്കാൻ, കാശ് സമ്പാദിക്കാൻ പറ്റത്തില്ല, ഒത്തിരി നല്ല എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ല ജോബിൽ വന്നെത്താൻ പാടില്ല എന്ന് ലോകം പറയുക. പക്ഷെ വചനം പറയുക, സദൃശവാക്യങ്ങൾ 28:20 പറയുക, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. നാം വിശ്വസ്തമായിട്ട് ജീവിതം ജീവിക്കുമെങ്കിൽ, ഒരു അധ്യാപകനായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, ഒരു മിഷണറി ആയിരിക്കാം, ഒരു പാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, കുടുംബത്തിൽ ഹസ്ബൻഡും വൈഫും കുട്ടികളുമായിട്ടുള്ള നമ്മുടെ കുടുംബ ബന്ധനങ്ങളിൽ ഏതൊരു മേഖലയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് വിശ്വസ്തത. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള വിശ്വസ്തകൾ കുറഞ്ഞു വരിക. എന്നോടുകൂടെ എൻ്റെ ഒരു കോവർക്കറുണ്ട്. അദ്ദേഹം മുമ്പ് IT ഫീൽഡിലായിരുന്നു. അദ്ദേഹം IT ഫീൽഡിൽ പോകുമ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ എടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ എല്ലാം നോക്കിയിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ജോബ് കൊടുത്തു. അങ്ങനെ ഞെട്ടിപ്പോയി. ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ഇല്ലാതെ എനിക്ക് കൊടുത്തത്? അന്നത്തെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പണി കൊടുക്കുക, കാരണം നിങ്ങൾ വിശ്വസ്തരായിരിക്കും. അന്നത്തെ ദിവസത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് എന്നെ പറ്റി പറയാൻ പറ്റുമോ? നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ലോകം? മത്തായി 25:23 പറയുകയാണ്, 23 ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ കുറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വിശ്വസ്തനായിരുന്നു. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത് ഒത്തിരി ആവശ്യമാണ്. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ ഭവനങ്ങൾ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കണം. നമ്മുടെ അനുഗ്രഹങ്ങൾ മറ്റവർക്ക് അനുഗ്രഹമായി മാറണം. നമ്മുടെ ജീവിതം ഉപയോഗമുള്ള ജീവിതമായി മാറണം. നമ്മുടെ ജീവിതം വിശ്വസ്തമായ ജീവിതമായി മാറണം. കാരണം വലത് കൈക്കും ഇടത് കൈക്കും വ്യത്യാസമറിയാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഹെൽപ്പിന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
ഈ ഹൗസ് ഓഫ് പ്രയറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒത്തിരി കൊച്ചു കുട്ടികളുണ്ട്, നമുക്ക് മക്കളുണ്ട്. ഈ കൊച്ചു പ്രായത്തിൽ തൊട്ട് ഹേത്തിയെ പോലെ നമ്മുടെ കുട്ടികൾ വളരണം. യൗവനക്കാരായ യൂത്ത് അവരുടെ ജീവിതങ്ങൾ ഉപയോഗമുള്ള ജീവിതങ്ങളായി മാറട്ടെ. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നാം പ്രാർത്ഥനയിലേക്ക് പോകാം. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.